നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ കർക്കിടകൻ രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 2026 എന്ന വർഷത്തിന്റെ പകുതി സമയം ഇപ്പോൾ കടന്നുപോയിരിക്കുന്നു. എങ്കിലും ഇനി വരാൻ പോകുന്ന 2026 ജൂലൈ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലയളവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഒരു വർഷത്തിൽ ഇനി വെറും 6 മാസം, അതായത് അരവർഷം മാത്രമേ ബാക്കിയുള്ളൂ. എങ്കിലും ജ്യോതിഷപ്രകാരം ഇത് കർക്കിടക രാശിക്കാർക്ക് സമാനതകളില്ലാത്ത ഒരു അത്ഭുത സമയമാണ്. 2026 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഈ 6 മാസക്കാലത്ത് ശനിഗ്രഹം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുക. അതോടൊപ്പം തന്നെ ഭാഗ്യകാരകനായ വ്യാഴവും വക്രഗതിയിലാകും. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ വക്രഗതിയിലുള്ള സഞ്ചാരം വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഈ 6 മാസത്തിനുള്ളിൽ ഒട്ടുമിക്ക ഗ്രഹങ്ങളുടെയും രാശിമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളുടെ സംക്രമണം കർക്കിടക രാശിക്കാരായ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കരിയറിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. കർക്കിടക രാശിക്കാരായ നിങ്ങളുടെ രാശിയാധിപൻ, അതായത് നിങ്ങളുടെ രാശിയെ നിയന്ത്രിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. ഇവിടെയാണ് നിങ്ങളുടെ സ്വഭാവത്തിലെ ആ രസകരമായ പ്രത്യേകത ഒളിഞ്ഞിരിക്കുന്നത്. ജ്യോതിഷപ്രകാരം ചന്ദ്രൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. ഓരോ 2.25 ദിവസത്തിലും ചന്ദ്രൻ തന്റെ രാശി മാറിക്കൊണ്ടേയിരിക്കും. രാശിയാധിപനായ ചന്ദ്രന്റെ ഈ വേഗത നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ശാരീരികമായി ഒരിടത്ത് ശാന്തമായി ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സെപ്പോഴും വളരെ ബിസിയായിരിക്കും. നിലവിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയില്ലാത്ത അനാവശ്യ കാര്യങ്ങളെക്കുറിച്ചോ പോലും നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടും. വളരെ ആഴത്തിൽ ചിന്തിക്കുകയും എപ്പോഴും മനസ്സ് അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നത് കർക്കിടക രാശിക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ജന്മരാശിയിൽ വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ 3 പ്രധാന ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ 2ാം ഭാവത്തിൽ കേതുവാണുള്ളത്. നിങ്ങളുടെ 8ാം ഭാവത്തിൽ രാഹുവും 9ാം ഭാവത്തിൽ ശനിയും നിലകൊള്ളുന്നു. 11ാം ഭാവത്തിൽ ചൊവ്വയും 12ാം ഭാവത്തിൽ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനുമാണുള്ളത്. ഈ ഗ്രഹനില നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില വഴിത്തിരിവുകൾക്ക് കാരണമാകും. കർക്കിടക രാശിക്കാരുടെ 1ാം ഭാവത്തിലേക്ക് ദേവഗുരുവായ വ്യാഴം വന്നിട്ടുള്ളത് ഇക്കഴിഞ്ഞ ജൂൺ 2-നാണ്. വരും മാസങ്ങളിൽ, അതായത് 2026 ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ 1ാം ഭാവത്തിൽ തന്നെ തുടരും. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണിത്. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം നിങ്ങളുടെ 1ാം ഭാവത്തിലേക്ക് അനുകൂലമായി വന്നെത്തുന്നത്. വ്യാഴം 1ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ അത് നിങ്ങളുടെ ജാതകത്തിലെ സകല ദോഷങ്ങളെയും ഇല്ലാതാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഈ സമയത്ത് വ്യാഴത്തിന്റെ അമൃത ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്ഥാനങ്ങളിലേക്കാണ്. നിങ്ങളുടെ ബുദ്ധിയെയും സന്താനങ്ങളെയും സൂചിപ്പിക്കുന്ന 5ാം ഭാവം, വിവാഹത്തെയും പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്ന 7ാം ഭാവം, ഭാഗ്യം, പിതാവ് എന്നിവയെ സൂചിപ്പിക്കുന്ന 9ാം ഭാവം എന്നിവിടങ്ങളിലാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നത്. ഈ 3 ത്രികോണ ഭാവങ്ങളിലും വ്യാഴത്തിന്റെ അനുകൂല സ്വാധീനം ഉണ്ടാകുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങും. ജന്മരാശിയിലെ വ്യാഴത്തിന്റെ ഈ മാറ്റം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്കാണ്. നിങ്ങളുടെ പഠനത്തെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണിത്. ഉന്നത പഠനത്തിനോ അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾക്കോ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വലിയ വിജയം നൽകും. വ്യാഴം നിങ്ങളുടെ 1ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ നവംബർ മാസം വരെ പഠനകാര്യങ്ങളിൽ വലിയ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അധികം ചിന്തിച്ച് സമയം കളയാതെ അതുടൻ തന്നെ ചെയ്തു തുടങ്ങുക. കാരണം കർക്കിടക രാശിക്കാർ ചിന്തിക്കാൻ തുടങ്ങിയാൽ അനാവശ്യ ഭയം കാരണം ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചിന്തകൾ മാറ്റിവെച്ച് നേരിട്ട് പ്രവർത്തിക്കുക. വ്യാഴം നിങ്ങളുടെ 5ാം ഭാവത്തെയാണ് ദർശിക്കുന്നത്. 5ാം ഭാവം എന്നത് ബുദ്ധിയെയും പഠനത്തിന്റെയും സ്ഥാനമാണ്. വ്യാഴത്തിന്റെ ഉച്ചദൃഷ്ടിയാണ് ഇവിടെ പതിക്കുന്നത്. അതിനാൽ പഠനത്തിൽ നിങ്ങൾ ഇതുവരെ നേടാത്ത വലിയൊരു വിജയം കൈവരിക്കാൻ പോവുകയാണ്. വിവാഹിതരായ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ 5ാം ഭാവത്തിലേക്കുള്ള ദർശനം വലിയൊരു അനുഗ്രഹമാണ്.
നിങ്ങൾ കുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ദമ്പതികളാണെങ്കിൽ വളരെ അനുകൂലമായ യോഗമാണ്. ഈ വർഷത്തിന്റെ അവസാനത്തോടുകൂടി കർക്കിടക രാശിക്കാർക്ക് സന്താനഭാഗ്യമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗോചര ഫലപ്രകാരം ഇതിനുള്ള അനുകൂല യോഗമാണ് കാണുന്നത്. തീർച്ചയായും നിങ്ങളുടെ ജാതകത്തിലെ സന്താനഭാഗ്യം എങ്ങനെയാണെന്ന് നോക്കേണ്ടതുണ്ടെങ്കിലും പൊതുവായ ഗ്രഹമാറ്റങ്ങൾ അനുസരിച്ച് കുട്ടികൾ ഉണ്ടാകുന്നതിന് വളരെ മികച്ചൊരു സമയമാണിത്. വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ 5-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും ഉള്ളതുപോലെ തന്നെ 9-ാം ഭാവത്തിലുമുണ്ട്. ഇവിടെ ഏറ്റവും സവിശേഷമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നത് സ്വന്തം വീടായ 9-ാം ഭാവത്തിലെ മീനം രാശിയിലാണ്. വ്യാഴം തന്റെ 9-ാം ദൃഷ്ടി കൊണ്ട് ഭാഗ്യസ്ഥാനത്തെ നോക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, മംഗളകർമ്മങ്ങൾ അല്ലെങ്കിൽ വിവാഹം പോലുള്ള ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ദീർഘദൂര യാത്രകൾക്കോ ആത്മീയ യാത്രകൾക്കോ ഉള്ള യോഗം കാണുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തീർത്ഥാടന യാത്രകൾക്കായി പ്ലാൻ ചെയ്യുകയോ നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ആത്മീയ യാത്ര പോകണമെന്ന ആഗ്രഹം ഈ സമയത്ത് ശക്തമാകും. ഇനി അഥവാ നിങ്ങൾക്ക് യാത്ര പോകാൻ സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഈശ്വര ചിന്തകളും ആത്മീയ അറിവുകളും വർദ്ധിക്കും. ഇത്തരം യാത്രകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നിങ്ങളുടെ മനസ്സിന് വലിയ സമാധാനവും ആശ്വാസവും ലഭിക്കും. വ്യാഴം നിങ്ങളുടെ 7-ാം ഭാവത്തെ നോക്കുന്നത് കൊണ്ട് കരിയറിൽ പുതിയതായി എന്തെങ്കിലും ബിസിനസ് പങ്കാളിത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിലോ അല്ലെങ്കിൽ ദിവസ വരുമാനമുള്ള എന്തെങ്കിലും പുതിയ തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലോ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ബിസിനസ്സിൽ നിന്ന് നല്ല ലാഭം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹപ്രായമെത്തി നിൽക്കുന്ന കർക്കിടകൻ രാശിക്കാരുടെ വിവാഹകാര്യങ്ങൾ സംസാരിക്കുന്നതിനും ഈ സമയം വളരെ നല്ലതാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിവാഹാലോചനകൾ പെട്ടെന്ന് ഉറപ്പാകാനുള്ള സാധ്യതയുണ്ട്. വരുന്ന നവംബർ മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന നല്ല വാർത്തകളോ ലഭിക്കുമെന്ന് വ്യാഴത്തിന്റെ ഈ അനുകൂല ഗ്രഹനില വ്യക്തമാക്കുന്നു. നിങ്ങളുടെ ജന്മരാശിയിൽ വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. സൂര്യൻ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. സൂര്യൻ നിങ്ങളുടെ 2-ാം ഭാവത്തിന്റെ അധിപനാണ്. ഈ സമയത്ത് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 11-ാം ഭാവത്തിലും 3-ാം ഭാവത്തിലും 6-ാം ഭാവത്തിലുമാണ്. അതുകൊണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കർക്കിടകൻ രാശിക്കാർ ചെറിയ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. തോൾവേദന, പേശിവലിവ് എന്നിവ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ കാൽമുട്ടുകളിലോ അല്ലെങ്കിൽ കണങ്കാലിലോ വേദന വരാൻ സാധ്യതയുണ്ട്. ഇതെപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമല്ല എങ്കിലും ചില സമയങ്ങളിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ 8-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും മലബന്ധം പോലുള്ള അസ്വസ്ഥതകളും വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. നിങ്ങൾ പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ നടക്കുമ്പോഴോ പോലുമോ പെട്ടെന്ന് കാൽ വഴുതി വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് സൂക്ഷിക്കേണ്ട സമയമാണ്. കരിയറിന്റെ കാര്യത്തിൽ കർക്കിടകൻ രാശിക്കാർക്ക് പൊതുവെ നല്ല സമയമാണ്. നിങ്ങളുടെ 7-ാം ഭാവത്തിന്റെ അധിപനായ ശനി 9-ാം ഭാവത്തിലാണുള്ളത്. നിങ്ങളുടെ പങ്കാളി, അത് സ്ത്രീയായാലും പുരുഷനായാലും, കരിയറിൽ പുതിയതായ എന്തെങ്കിലും ചിന്തിക്കാനും അത് വലിയ രീതിയിൽ വിജയിപ്പിക്കാനും സാധ്യതയുണ്ട്. 7-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിൽ, അതായത് ഭാഗ്യസ്ഥാനത്തുള്ളതുകൊണ്ട് നിങ്ങളുടെ പങ്കാളി ബിസിനസ്സിലോ ജോലിയിലോ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായി പ്ലാൻ ചെയ്യും. തുടക്കത്തിൽ കാര്യങ്ങൾക്ക് ചെറിയ ചില തടസ്സങ്ങളോ താമസമോ നേരിട്ടേക്കാം. ലക്ഷ്യബോധത്തോടെ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളുടെ പങ്കാളിക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നും കാണാം. വ്യാഴത്തിന്റെ 7-ാം ദൃഷ്ടി 7-ാം ഭാവത്തിൽ പതിക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഓഗസ്റ്റ് 3 വരെ ചൊവ്വ നിങ്ങളുടെ 11-ാം ഭാവത്തിലാണുള്ളത്. ഇത് വളരെ നല്ലൊരു സ്ഥാനമാണ്. ഓഗസ്റ്റ് 3-ന് മുൻപുള്ള സമയത്ത് നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾ ജോലി മാറ്റത്തിനോ അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫറിനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ല സമയമാണ്. ഓഗസ്റ്റ് 3 മുതൽ സെപ്റ്റംബർ 19 വരെയുള്ള കാലയളവിൽ ചൊവ്വ നിങ്ങളുടെ 12-ാം ഭാവത്തിലൂടെയാണ് സംക്രമിക്കുന്നത്. ഈ കാലയളവിൽ നിങ്ങളുടെ കരിയറിലോ ജോലി സ്ഥലത്തോ പെട്ടെന്നൊരു തീരുമാനവും എടുക്കരുത്. ഞാൻ ജോലി ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി മാറുകയാണ് എന്നൊക്കെയുള്ള വലിയ തീരുമാനങ്ങൾ ഈ സമയത്ത് എടുക്കുന്നത് ദോഷം ചെയ്യും.
ചൊവ്വ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ബിസിനസ്സിലോ ജോലിയിലോ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ കാരണം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ 19-ന് ചൊവ്വ നിങ്ങളുടെ 1ാം ഭാവമായ കർക്കിടകൻ രാശിയിലേക്ക് വരും. പിന്നീട് നവംബർ 13-ന് 2ാം ഭാവത്തിലേക്ക് മാറും. നവംബർ 13-ന് ശേഷമുള്ള സമയം നിങ്ങളുടെ കരിയറിന് വളരെ നല്ലതാണ്. കരിയറിന്റെ കാര്യത്തിൽ ഓഗസ്റ്റ് 3 മുതൽ സെപ്റ്റംബർ 19 വരെയുള്ള സമയം മാത്രം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചാൽ മതി. ഈ സമയത്ത് ജോലി സ്ഥലത്ത് ആരോടും വഴക്കിനോ തർക്കത്തിനോ നിൽക്കരുത്. നിങ്ങളുടെ ദേഷ്യം പൂർണ്ണമായും നിയന്ത്രിക്കണം. ഈ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ ബാക്കി നിങ്ങളുടെ കരിയർ പൊതുവെ നല്ല രീതിയിലാണ് കാണുന്നത്. നിങ്ങൾ പുതിയ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ വ്യാഴം 9ാം ഭാവത്തെ നോക്കുന്നത് കൊണ്ട് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെപ്റ്റംബർ പകുതിയോടെയോ അല്ലെങ്കിൽ ഒക്ടോബർ പകുതിയോടെയോ നിങ്ങൾക്ക് തീർച്ചയായും മികച്ചൊരു ജോലി ലഭിക്കും. പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഏറ്റവും അനുകൂലമാണ്. നിങ്ങളുടെ രാശാധിപൻ ചന്ദ്രനായതുകൊണ്ട് ചന്ദ്രസ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കാൻ സഹായിക്കും. ദിവസവും ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ശനിയുടെയും മറ്റു ഗ്രഹങ്ങളുടെയും ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.